അല്ലെങ്കിൽ തന്നെ എന്റെ നാക്ക് ശരിയല്ല. പൂജാ ദിവസം വഴക്കിടരുതെന്ന് ഓർത്താ ഞാൻ വ്രതം എടുത്തത്. ഉപവാസത്തിലോ നീ വന്ന് കഴിപ്പിക്കണമെന്ന് ചെറിയ കുട്ടികളോട് പറയുന്ന പോലെ പറഞ്ഞതാ. പക്ഷെ നിനക്ക് ഞാൻ വായിട്ട് അലയ്ക്കുന്നത് കേൾക്കാനാ ഇഷ്ടം തോന്നുന്നു. നീ ഇന്നെങ്ങാനും വന്നില്ലെങ്കിൽ വഴക്ക് പറയുകയല്ല, നിന്നെ അരച്ച് കലക്കി ജ്യൂസ് ആയിട്ട് കുടിക്കും ഞാൻ ഇന്ന്. അയ്യോ, വിശന്നിട്ടാണെങ്കിൽ വയറ് വേദനിച്ചിട്ടും വയ്യല്ലോ. ഷാൽവി 100% ചേട്ടാ. സ്ലിപ്പർ. ഇവിടെ മനുഷ്യൻ വിശന്ന് ചാവാൻ തുടങ്ങുമ്പോ ആരടിയത്? ഓ, എന്നെ മറന്നില്ല അല്ലേ? ഇപ്പോഴാണോ വരുന്നേ? അമൂല്യ നിർത്ത്. അമൂല്യ അടിക്കില്ലേ? ഞാനിപ്പോ വന്നില്ലേ അമൂല്യ, ഒന്ന് നിർത്ത്. അതുകൊണ്ട് അടിക്കുന്നേ. എനിക്ക് എത്ര വിശക്കുന്നുണ്ടായിരുന്നോ അറിയോ? അറ്റ്ലീസ്റ്റ് വരുവാണെന്നൊന്ന് ഫോൺ എടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? ഞാനിപ്പോ വന്നില്ലേടി. ചേച്ചിക്ക് ഉപവാസം ഇല്ലെങ്കിലും ചേട്ടൻ എപ്പോഴേ വന്നു അറിയോ? ഞാനിവിടെ വിശന്നിരിക്കുവാണെന്ന് അറിഞ്ഞിട്ട് നീ നിനക്ക് തോന്നിയ സമയത്താണോ വരുന്നേ? എനിക്ക് ദേഷ്യം തീരുന്നവരെ ഞാൻ നിന്നെ അടിച്ചോണ്ടേയിരിക്കും. അയ്യോ ശൂർപ്പണകേ, നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നേ. അത് ആദ്യം എന്താ നോക്ക്. ആഹാ, സോപ്പ് ഇടുന്ന പരിപാടിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നീ എന്തെങ്കിലും കൊണ്ടുപോവാ. ആർക്ക് വേണം? എനിക്കൊന്നും വേണ്ട, ഞാൻ നോക്കുന്നുമില്ല. സോപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നതല്ല ഇത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എന്റെ മനസ്സറിഞ്ഞാ ഞാൻ തരുന്നേ. മുല്ലപ്പൂ നിനക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. ഞാൻ വെച്ചേരട്ടെ. ഇത്ര സ്നേഹത്തോടെ തന്ന ആരാ വേണ്ടെന്ന് പറയാ? നീ തന്നെ വെച്ചതാ. ഒരു മിനിറ്റ്. ഇത്രയും മതിയോ? തൽക്കാലം ഇത്ര മതി. നിന്നെ ഓർക്കാൻ വേണ്ടി ഓരോ ദിവസം ഞാൻ കുറച്ച് കുറച്ച് വെച്ചോളാം. അയ്യോ, ഇത് അത്ര ദിവസം ഇരിക്കില്ല, വാടി പോവില്ലേ? ഇരിക്കും. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സരോജിനി ആന്റിയുടെ ഹൈടെക് ഫ്രിഡ്ജില്. നോക്കിയത് മതി. വെച്ച് തരുമോ? ഇങ്ങത്താ. ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? നീ ആ ദിവസം ഓർക്കുന്നുണ്ടോ? ആരതിയുടെ വിക്കിയുടെ കല്യാണത്തിന് എന്ത് പൂവെച്ചത്? നീ അന്ന് തന്നെ ഐ ലവ് യു എന്നും പറഞ്ഞത്. മറന്നാലല്ലേ ഓർമ്മയുണ്ടോന്ന് ചോദിക്കേണ്ട ആവശ്യം? അപ്പൊ നീ അന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞത് അത് സത്യമാണോ അതോ? ദൈവത്തിനാണെ സത്യമായിട്ടാ ഞാൻ പറഞ്ഞേ. എപ്പൊ നീ അത് സീനില്ലാന്ന് പറഞ്ഞോ, ഫ്രണ്ട്ഷിപ്പും കൂടെ മിസ്സാകുമെന്നുള്ള പേടിയില് ഞാൻ അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടു. എനിക്ക് നിന്നെ അന്നേ ഇഷ്ടമായിരുന്നെങ്കിലും നിന്റെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. എന്താ വെച്ചാ നീ ഗേൾ ഫ്രണ്ട് ആയാലും ബെസ്റ്റ് ആണ്, ഫ്രണ്ട് ആയാലും ബെസ്റ്റ് ആണ്.
എനിക്കിന്ന് ഉപവാസം അറിയോ? അതിന് ഒരു ദിവസം ഉപവാസം ഇരുന്നാ ചത്തുപോത്തൊന്നുമില്ല. എത്ര നിസ്സാരമായിട്ടാ പറയുന്നേ. നിങ്ങൾക്ക് ഒരു ഫീലിങ്സും ഇല്ല. അല്ല, ഉപവാസം ഇരിക്കുന്നത് നീയല്ലേ, അതിന് ഞാനെന്തിനാ ഫീലിംഗ്? അത് പോട്ടെ, നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? നിനക്കെന്താ വട്ടാണോ? എനിക്കെന്തിനാ എന്തെങ്കിലുമൊക്കെ തോന്നുന്നത്? ഒരു പാവം ചക്കര കുട്ടി ഉപവാസം ഇരിക്കുവോ? ചടങ്ങൊക്കെ കഴിഞ്ഞ് അവക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ? ആര്, നീയോ? പാവോ അല്ലേ, ചക്കരക്കുട്ടി അല്ലേ? നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പെണ്ണെ? അല്ല, ഞാൻ എന്തിനാ നിനക്ക് ഭക്ഷണം തരുന്നേ? ഞാൻ നോക്കിയിട്ട് നിന്റെ കൈക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാലേ അത് മുഴുവൻ വേസ്റ്റ് ആവുമെന്ന് എനിക്കറിയാം. എന്റെ ഫീലിങ്സ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാനാ? അങ്ങനെ കഴിപ്പിച്ചു എന്ന് പറഞ്ഞ കയ്യില് കെട്ടൊന്നും അഴിഞ്ഞു വീടില്ലല്ലോ. കെട്ടഴിഞ്ഞു പോകുമെന്ന് പറയാൻ എനിക്കിതീ പങ്കൊന്നുമില്ലല്ലോ. നിനക്കെന്തോ കുഴപ്പമുണ്ട്, അകത്ത് പോയി റെസ്റ്റ് എടുക്കും. പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിനക്ക് ഞാൻ ഭക്ഷണം തരണമെന്ന് പറഞ്ഞു എന്ന് അമ്മയോട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. പോയി പോയി നിങ്ങൾ എന്റെ പറഞ്ഞു വിട്ടാലും പോകത്തില്ല. പിന്നെയും വന്നു അല്ലേ? ഗ്രാനി, സുഖമാണോ ഗ്രാനി? ധ്രുവ, അയ്യോ എന്റെ മുത്തേ, നിന്നെ ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല മോനെ. എനിക്ക് ഇത്ര ഇഷ്ടമുള്ള നീ എത്ര ദൂരത്തിലായിരുന്നു. നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. ചുമ്മാ ഇരി ഗ്രാനി, എന്നെ കാണുമ്പോഴൊക്കെ ഇത് തന്നെയാ പറയുന്നത്. അങ്ങനെ ഒന്നും അല്ല, നീ ശരിക്കും ക്ഷീണിച്ചായിരിക്കുന്നെ. അതൊക്കെ പോട്ടെ, ഗ്രാനി ഇത്ര അടുത്ത് കാണാനും സംസാരിക്കാനും പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതെല്ലാം ആദ്യമേ നടക്കുമായിരുന്നു. ഗണേശ പൂജയ്ക്ക് നീ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അന്ന് നീ ഈ വീട്ടിലാണ് താമസമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ ജീവനോടെ ഉള്ളപ്പോ തന്നെ എന്റെ മുമ്പിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. നിനക്ക് കുറെ പ്രശ്നങ്ങളുണ്ടല്ലേ? എന്നോട് ക്ഷമിക്കൂ ധ്രുവ. കമ്മോൺ ഗ്രാനി, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ആരാണ് എന്നെ ഈ നിലയിലാക്കിയതെന്ന് എനിക്ക് നന്നായി അറിയാം. അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. ആ നശിച്ച കഥയെ പറ്റിയാണ് ഞാനും പറയുന്നത്. നിനക്ക് സുഖമാണല്ലോ അല്ലേ? എനിക്ക് സുഖമാണ്. പക്ഷെ എല്ലാം കൊണ്ട് ഞാൻ എപ്പോഴാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് ഗ്രാനിക്ക് അറിയാലോ. ഗ്രാനി, ഒരു മിനിറ്റ് പോരാ. ഇപ്പൊ ഇവള് നല്ല മൂഡിലാ നിൽക്കുന്നത്. ഉമ്മ കൊടുക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടില്ലെന്ന് തോന്നുന്നു. ഏടത്തി, ചേട്ടാ, ഏടത്തി, 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 ഏടത്തി. പായസം എവിടെ? പായസം? ആ, പായസം. ചോറ്, രസം, ലഡു, സാമ്പാർ ഒന്നുമില്ല. വെറും പായസം. പായസം മാത്രം. പായസം, പായസം, പായസം. അമ്മു, ആർ യു ഓൾ റൈറ്റ്? രാവിലെ തൊട്ട് ഉപവാസം എടുത്തോണ്ട് തല എങ്ങനെ കറങ്ങുന്നുണ്ടോ? ആർ യു റിയലി ഫൈൻ? യാ യാ, ഐ ആം സൂപ്പർ ഫൈൻ. ഇവനിതെന്താ മാഞ്ഞു പോയോ? എന്ന് വെച്ചാ ഞാൻ ഇത്ര നേരം സ്വപ്നം കാണുമായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ ആരുമില്ലാന്ന്. എവിടെ വന്ന് കയറിയാലും അപ്പൊ തന്നെ തുടങ്ങിക്കോളാം സിഐഡി പണി. നീ ഷെർലക് ഹോംസ് ആണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഷെർലക് ഹോംസ് വേണമെങ്കിലും ആകും, ഇല്ലെങ്കിൽ ഗോവയിലെ CID 999 ആണേലും ആകും. അതും അല്ലെങ്കിൽ ജെയിംസ് ബോണ്ടിനെ പോലെ ആവും. അതിനെന്താ ഇപ്പോ? അതൊക്കെ ഞാനല്ലല്ലോ, നീയല്ലേ പറഞ്ഞത്. സിദർ പ്ലീസ്. എന്നാലും അമ്മോ, പായസം എങ്ങനെ ഇവിടെ വന്നു? പായസം 3 പ്രാവശ്യം പറയണ്ട. പായസാണെന്ന് ഞങ്ങൾക്കും അറിയാം. ബാക്കി പറ. അതെ എടുത്തി, പായസം ദൈവത്തിന് നിവേദ്യമായിട്ട് വെച്ചിരുന്നു. ദൈവത്തിന് നിവേദ്യം വെച്ചത് കഴിക്കാത്രേ. പ്രസാദമല്ലേ? അതുമാത്രല്ല, ചേട്ടനും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. ആദ്യ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരുമില്ലാന്ന്. നമുക്ക് പോവാം. ശരി, പായസം കൊണ്ട് താഴോട്ട് വാ.
ശരി എടുത്തി 2 മിനിറ്റിൽ അല്ല 3 മിനിറ്റിൽ ഞാൻ വന്നേക്കാം. നീ 3 മിനിറ്റോ 6 മിനിറ്റോ എടുത്തോ, ഒരു അർജന്റും ഇല്ല. നമുക്ക് പോയിട്ട് നമ്മുടെ ഭാവിയെ പറ്റി ആലോചിക്കാൻ പാടില്ല. നിങ്ങൾ കൂടുതൽ സംസാരിക്കണം, വീട്ടിൽ ചേർന്ന് തരാം. വീട്ടിൽ ചെന്നിട്ട് തരില്ല എന്ന് മാത്രം പറയരുത്. വിക്കി, വിക്കി ഞാൻ തൊടുന്നത് വിക്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഇപ്പൊ എന്റെ മനസ്സിന്റെ അവസ്ഥ എന്താ? ഞാൻ എങ്ങനെ ഇരിക്കുന്നേ? ഇതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. വിക്കി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല വിക്കി. എന്നെ പറ്റി നീ എപ്പോഴും നെഗറ്റീവായിട്ടല്ല ആലോചിക്കാറുള്ളേ. എപ്പോഴാ വന്നത്? അല്ല, റൂമിലേക്ക് എങ്ങനെയാ വന്നേ? ഭക്ഷണം വേറെ കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് തരാൻ വേണ്ടി തന്നെയല്ലേ. ഞാനിവിടെ വരുമെന്ന് വിക്കിക്ക് എങ്ങനെ അറിയായിരുന്നു? നിനക്ക് എന്ത് വേണേലും റൂമിൽ കൊണ്ടുവരുന്ന എനിക്ക് അറിയായിരുന്നു. അതാ കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ വന്നേ. വിക്കി വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷായി. ഞാൻ എല്ലാവരുടെയും മുന്നിൽ തന കുടിച്ച് നിൽക്കേണ്ടി വരുമെന്നൊരു പേടിയായിരുന്നു എനിക്ക്. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ ഉപവാസം എടുക്കുകയാണെന്നുള്ളതിൽ കരുതലുണ്ടല്ലോ വിക്കിക്ക്. അതെനിക്ക് കൂടുതൽ സന്തോഷമായി. ഞാനിന്ന് വന്നത് നിന്നിവിടെ കെയർ ചെയ്യാനൊന്നുമല്ല. ആ കെയറിങ്ങും സ്നേഹമൊന്നും എന്റെ മനസ്സിലിപ്പോ നിന്നോടില്ല. നീ ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ചടങ്ങിന് വേണ്ടി മാത്രമാണോ? അത് നീ എങ്ങനെയാന്ന് വെച്ചാൽ വിചാരിച്ചോ? അതിലെനിക്കൊരു പ്രശ്നമില്ല. എന്റെ ആർത്തിയെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ ഞാൻ കുറച്ചുകൊണ്ടിരിക്കാം. പക്ഷെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം മറന്നിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഭർത്താവായിട്ട് എന്റെ ഡ്യൂട്ടി എന്താണോ അത് ചെയ്യാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നിന്റെ റിയാക്ഷനും ഫീലിങ്സ് ഒക്കെ കണ്ടാൽ എനിക്കിപ്പോ ഒന്നും തോന്നില്ല. നീ എന്നോട് ചെയ്തു കൂട്ടിയെല്ലാം എന്റെ ഹൃദയത്തെ ഇപ്പൊ കല്ലാക്കി മാറ്റിയിരിക്കുക. ഇപ്പൊ ഞാൻ നിന്നോട് പെരുമാറുന്ന രീതിയും ഞാനായിട്ടുണ്ടാക്കിയതല്ല. വിക്കി എന്നോട് ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും ഇനി പിന്നെ 2 പൊട്ടിച്ചാലും എനിക്ക് വിക്കിയുടെ അടുത്ത് ദേഷ്യം ഉണ്ടാവില്ല. ഞാൻ വിക്കിക്ക് വളരെ വലിയ സ്ഥാനം തന്നു കഴിഞ്ഞു. വിക്കിയാണ് ഇനി എന്റെ ലോകമെന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്താലും അത് എന്റെ ആളാണല്ലോ എന്നോർത്ത് ഞാൻ സമാധാനമായിട്ടിരിക്കും. എന്തിനാ നീ ഇങ്ങനെ വെറുതെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് തന്നെ അറിയാം നീ ചെയ്ത് തെറ്റാണെന്ന്. അതുകൊണ്ടാണ് നീ ഇപ്പൊ ഒരു പാവോട്ട് ഇവിടെ ഇരിക്കുന്നത്. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അതൊന്നും ഒരു പ്രായച്ചിത്താവില്ല. എനിക്കും അധികം സംസാരിക്കണം താല്പര്യമില്ല. ഞാൻ നിനക്ക് വാരിത്തരാം. ഒടുക്കം വിക്കി അങ്ങനെ ചെയ്തില്ല, വിക്കി എൻ്റെ അടുത്ത് ഇങ്ങനെയായിരുന്നു എന്ന് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഇന്നത്തെ എല്ലാ പൂജയും കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊന്നും നിർബന്ധം പിടിക്കുന്നു. ഉപവാസമൊക്കെ വൈകുന്നേരം തീർക്കാം. ഭാര്യയായ ഒരു പെണ്ണിന് ഭർത്താവാണ് ദൈവം. ഭർത്താവിന് വേണ്ടിയാണ് ഈ പൂജയും ചടങ്ങും എല്ലാം നടത്തുന്നത്. വിക്കി എന്ത് പറയുന്നോ അത് ഞാൻ കേൾക്കാം. എല്ലാ ചടങ്ങുകളെ പറ്റി നല്ല ധാരണയാണല്ലോ. വിക്കി, 1 മിനിറ്റ്. ചടങ്ങ് പ്രകാരം ഭാര്യയായവള് ഭർത്താവ് കഴിച്ചതിന് ശേഷം മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ. അതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇന്നെങ്കിലും വിക്കി ആദ്യം ഒന്ന് കഴിക്കാവോ?